വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. അടുത്തത്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നല്ല വചനത്തിനായി കരമുയർത്തി ആമേൻ പറഞ്ഞേ. ഇന്നത്തെ ദൂത് വിശ്വാസം. ആമേൻ, ഹല്ലേലൂയ. കാരണം വിശ്വസിക്കുന്നവരുടെ മേലെ വിടുതൽ നടക്കത്തുള്ളൂ. സ്തോത്രം. ഉറങ്ങിയിരുന്നാൽ വിടുതൽ നടക്കത്തില്ല. നീ കൊണ്ടുവന്ന ഏത് വിഷയമാകട്ടെ, ഏത് ഭാരമാകട്ടെ, ഏത് രോഗമാകട്ടെ, കർത്താവ് എന്നെ തൊടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കരങ്ങളെ അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് വർഷങ്ങളായി നിന്റെ ശരീരത്തിൽ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ചില രോഗാത്മമണ്ഡലങ്ങളെ ഇന്ന് പകലിൽ സ്വർഗം പൊട്ടിച്ചെടുക്കാൻ പോകുകയാ. വിശ്വാസത്തോടെ കരമടിച്ച ദൂതിനങ്ങ് സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ആമേൻ. വിശ്വസിക്കുന്നവർ ഇതിനകത്ത് ചിലതിന്ന് ചലിച്ചു തുടങ്ങും. ആമേൻ. നീ അറിയാതെ നിന്റെ പുറകിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ ദൈവമക്കളെ കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവരുടെ മേൽ ഈ ശക്തി വ്യാപരിക്കും. യെസ്. രോഗം പറയാതെ, രോഗം വെളിപ്പെടുത്താതെ ഒരു സഹോദരി പുറകുവശത്തു കൂടി വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ശക്തി അവിടെ മേൽ അടിച്ചു. അവിടെ രക്തസ്രാവം നിന്നെങ്കിൽ ഇന്ന് പകൽ നീ കൊണ്ടുവന്ന വിഷയം ഇന്ന് പകൽ കർത്താവ് അവൻ തൊട്ട് സൗഖ്യമാക്കാൻ പോകുകയാ. ചില ശരീരങ്ങളിൽ സൗഖ്യം നടക്കാൻ പോകുകയാ. നീ പ്രതീക്ഷിച്ചു കൊണ്ടുവന്നത് ഒന്നുമല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത്. നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. അനേക ഇടങ്ങളിൽ ഓടിയവരാണ്, അനേക ഇടങ്ങളിൽ ഹല്ലേലൂയ പകച്ചു നിൽക്കുന്നവരാണ്. നിന്റെ രോഗത്തിന് സൗഖ്യമില്ലെന്ന് നീ പലപ്പോഴും ഹല്ലേലൂയ ഭാരപ്പെട്ടവളാണെങ്കിൽ കർത്താവിന്റെ കരം നിന്നെ തൊടാൻ പോകുകയാ. ചിലരെ ശരീരത്തെ കർത്താവിന്റെ കരം തൊടുന്നു. ആ ചൂടടയാളം ചില ശരീരങ്ങളിൽ വിട്ടുമാറാതെ ഇരിക്കുന്ന രോഗമണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ പുറകിൽ ദൈവത്തിന്റെ ദൂതൻ നിൽക്കുകയാ. രോഗശാന്തിയായി ദൈവത്തിന്റെ ദൂതൻ നിൽക്കുകയാണ്. ഇന്ന് പകൽ ഹല്ലേലൂയ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്. ഇന്ന് പകൽ ഹല്ലേലൂയ നിന്റെ മേൽ ഹല്ലേലൂയ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. 38 വർഷമായി ഒരു കുളക്കരയിൽ ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. ശ്രദ്ധിച്ചേ. അവന്റെ ഫ്രണ്ടിൽ കൂടി പലരും സൗഖ്യം പ്രാപിച്ചുകൊണ്ട് പോവുകയാണ്. ആമേൻ. എന്നാൽ അവന്റെ വിടുതൽ പുറകില. സ്തോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നീ പരാജയപ്പെട്ടെന്ന് ഇനി ഒരു വിടുതൽ എനിക്ക് ഉണ്ടാകത്തില്ലെന്ന് നീ വിധി എഴുതിയെങ്കിൽ പലരും നിന്റെ മുമ്പിൽ കൂടി വിടുതൽ പ്രാപിച്ച് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ആ കുളക്കരയിൽ കിടന്ന മനുഷ്യന്റെ പുറകിൽ വന്നു നിന്നിട്ട് യേശു ചോദിച്ചൊരു ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ഇന്ന് പകലെ തളർന്നിരിക്കുന്ന ആരൊക്കെയോ ഇതിനകത്ത് ഇരിപ്പുണ്ട്. യെശയ്യാ പ്രവചനം 35:3-4 വചനം വിളിച്ചു പറയുന്നു. തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞുപോയ മുഴങ്കാലുകളെ ഉറപ്പിക്കുവിൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും പ്രതിഫലവും അവനിൽ നിന്ന് വരുന്നു. അവൻ വന്നു നിങ്ങളെ വിടുവിക്കും.
ഒരു വിടുതന്റെ കരം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഒരു സൗഖ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. അതിനർഹരായവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ആമേൻ പറഞ്ഞ ദൂത് സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും തളർന്നുപോയ വിഷയങ്ങൾ, നീ തകർന്നിരിക്കുന്ന മനസ്സുമായി ഇന്നു പകലിൽ നിനക്ക് പ്രതികരിക്കാൻ കഴിയാതെ ഭാരത്തോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിനക്ക് വേണ്ടി ഒരു ഇടപെടൽ. യെസ് 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 യെസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ പുറകിൽ കൂടി, പുറകു വശത്തു കൂടി ഒരു സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ശക്തി അടിച്ചെന്ന് അവിടെ ശരീരത്തിൽ രോഗസൗഖ്യം നടന്നെന്ന്, ബാധ മാറിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ കരം ഉയർത്തുന്ന സ്തോത്രം പറയാൻ. പ്രൈസ് ദി ലോർഡ്. നാളെ ഇതുവരെ നിന്റെ വിഷയത്തിന് മറുപടിയില്ലാതെ ആമേഹാലെ തളർന്നിരിക്കുന്ന ആരൊക്കെയോ ഇതിനകത്ത് ആമേഹാലെ കരയുന്നുണ്ട്. നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാ, വിശ്വാസമില്ലാതെ കർത്താവിനെ തൊടാൻ പറ്റത്തില്ല. വിശ്വാസമില്ലാതെ വിടുതൽ പ്രാപിക്കാൻ നിനക്ക് കഴിയത്തില്ല. 38 വർഷമായാലും നിന്റെ ഫ്രണ്ടിൽ കൂടി പലരും ബ്രദറെ, നിന്റെ ഫ്രണ്ടിൽ കൂടി പലരും വിടുതൽ പ്രാപിച്ചു കൊണ്ടുപോയില്ലേ? നീ പോകുമ്പോൾ പലരും നിന്നോട് ചോദിച്ചില്ലേ എവിടെ പോകുന്നുണ്ട്? അവൻ പറയുന്നുണ്ട്, അവന് പറയാൻ കഴിയ ഇന്നും കുളം കലങ്ങുന്നുണ്ട്, ദൂതൻ അവിടെ ഇറങ്ങുന്നുണ്ട്. ദൂതൻ ഇറങ്ങിയ ഞാൻ അവിടെ എത്തും, എന്ത് വില കൊടുത്ത് ഞാൻ അവിടെ എത്തും. കളിയാക്കാൻ ആളുകൾ വഴിയിലുണ്ടാകും. ഹല്ലേലൂയ. അവൻ ഉടുത്തുരുങ്ങി പോകുകയാ. ഇപ്പോൾ തിരിച്ചു വരുന്നത് വിടുതലും കൊണ്ടായിരിക്കാം. നമുക്കൊന്ന് കാണാം. ആക്ഷേപിച്ചവന്റെ മുമ്പിൽ, പരിഹസിച്ചവന്റെ മുമ്പിൽ, കളിയാക്കിയവരുടെ മുമ്പിൽ, നിന്ദിച്ചവരുടെ മുമ്പിൽ നിനക്ക് വേണ്ടി ദൈവം ഒരു വിടുതൽ മാറ്റിവെച്ചിട്ടുണ്ട്. പലരും ഫ്രണ്ടിൽ കൂടെ വന്ന് അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ നിന്റെ കരുതൽ ദൈവത്തെ പുറകുവശത്ത് നിനക്ക് വിടുതലുമായി ഒരുക്കി നിൽക്കുന്നു. അക്കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് വിശ്വസിക്കാൻ തുടങ്ങിയാൽ, വിശ്വസിച്ച് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഇളകാത്ത ചിലത് ഇളകി തുടങ്ങും. ഇന്ന് പകൽക്കല്ല ഏതൊക്കെയോ മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് ചിലരെ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാ. നിനക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ചില മണ്ഡലങ്ങൾ, നിനക്ക് കയറി വരാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിൽ ഒതുക്കപ്പെട്ടവളായി നിന്നെ ഒതുക്കി വെച്ച ചില മേഖലയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. യെസ് 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 യെസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കൾ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് കേറണം. ആമേൻ. കാരണം ഈ വചനദൂത് വിശ്വസിക്കുന്നവരുടെ മേലെ വ്യാപരിക്കത്തുള്ളൂ. വിശ്വസിക്കുന്നവരുടെ മേലെ ഈ വചനദൂത് വ്യാപരിക്കത്തുള്ളൂ. നിന്റെ വിഷയം എത്ര വലുതായാൽ, നീ കെട്ടപ്പെട്ട ഒരു കഴുതയായി കിടക്കുന്നിടത്തോളം കാലം നിനക്ക് വിടുതലുണ്ടാകത്തില്ല. പക്ഷേ കെട്ടഴിഞ്ഞാൽ മാത്രമേ നിനക്ക് പുറത്തു വരാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ വിശ്വസിക്ക്, ഇതെന്റെ വിടുതലിന്റെ ദിവസമാണ്. ഞാൻ കണ്ണുനീരൊഴുകി കരഞ്ഞ വിഷയത്തിന് മറുപടി ദൈവം അയക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. കാലപ്പഴക്കം ചെന്ന വിഷയങ്ങൾ, വർഷങ്ങൾ ഹല്ലേലൂയ കഴിഞ്ഞുപോയ ചില വിഷയങ്ങൾ ഇന്ന് പകൽ വിടുതലോടക്കാൻ പോകുകയാ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 10 മുതൽ ഒന്ന് വായിച്ചേ. ലൂക്കോസ് 13-ാം അധ്യായം 10 മുതൽ ഒന്ന് വായിച്ചേ. ഒരു ശബത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. മതി, അവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. എത്ര വർഷം? കഴിഞ്ഞ 18 വർഷമായി ഒരു സഹോദരി ആലയത്തിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൾ എല്ലാ ദിനവും ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. കർത്താവേ, എന്റെ രോഗത്തെ സൗഖ്യമാക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന കേട്ട് കളിയാക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്. കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരോടാ ഈ ദൂത്. ഹല്ലേലൂയ.
കഴിഞ്ഞ നാളുകൾ നിന്നെ ഒതുക്കിയിട്ട് കെട്ടപ്പെട്ട കഴുതയെ പോലെയാണോ നിന്റെ ജീവിതഭാവേ മുൻപോട്ട് കടന്നുപോയെങ്കിൽ ഞാൻ പറയാ, നിന്റെ കണ്ണുനീർത്തുള്ളി തുരുത്തിയിൽ വീണിട്ടുണ്ടെങ്കിൽ ശബത്തിൽ അവൻ ഇറങ്ങിയെന്ന്, ആലയത്തിൽ ശബത്തിൽ ഇറങ്ങിയെന്ന് പറ. എനിക്ക് വേണ്ടി ഈ പകല് എന്റെ യേശു ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്ന വിഷയം, ഞാൻ ഒഴുക്കിയ കണ്ണുനീരിന്റെ മറുപടി ഇന്ന് പകല് ദൈവം എനിക്ക് വേണ്ടി തരും. അവൻ എന്നെ കാണും. എത്ര പേർക്ക് ഉറപ്പുണ്ട് യേശു എന്നെ കാണുമെന്ന്? യേശു നിന്നെ കണ്ടാ വിടുതല. യേശു നിന്നെ കണ്ടെങ്കിൽ ഇന്ന് ലോട്ടറി അടിക്കും. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? എല്ലാവർക്കും ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അത്ഭുതം നടക്കണം. പക്ഷേ 18 വർഷമായിട്ടും വിശ്വാസം തളർന്നു പോകാതെ ആമേൻ വില കൊടുത്ത് കണ്ണുനീരോടെ വന്നിരുന്ന് ആലയത്തിൽ കരയുന്ന സഹോദരിയെ കണ്ടോ? ഇന്ന് പകലിൽ അനേകർ വരാനുണ്ട്. അവർ ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഈ ദിവസം മാറ്റിവെച്ച് പോയപ്പോൾ യേശുവിനെ ആരാധിക്കാൻ വില കൊടുത്തു വന്നവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ നിന്നോടാ ദൂത്. നീ വന്നത് യേശു കണ്ട് കഴിഞ്ഞ ദിനങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നീ കണ്ണുനീരൊഴുകി കരഞ്ഞ വിഷയങ്ങൾ രോഗവുമായി കണക്ട് ചെയ്ത് നിന്റെ ശരീരത്തിൽ ഒരു വിടുതലില്ലാതെ വന്ന, നിന്റെ ശരീരത്തെ വരിഞ്ഞു മുറുക്കുന്ന ചില ബാധ യേശുവിൻ നാമത്തിൽ ഇന്ന് പകലിൽ അഴിയുകയാ. ചില ബാധകൾ ശരീരം വിട്ട് അഴിയട്ടെ. ചില ബാധകൾ ശരീരം വിട്ട് അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ശബത്തിൽ അവനൊരു പള്ളി ഉപദേശിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയല്ലേ? അവിടെ 18 വർഷമായി എന്താ രോഗം? 18 വർഷമായി രോഗാത്മാവ് ബാധിച്ചിട്ടു. എന്താ രോഗാത്മാവ്? അതാണ് രോഗം. ഹലോ, സ്കാനിങ്ങിൽ ഇത് കിട്ടത്തില്ല, ബ്ലഡ് റിസൾട്ട് ഇത് വരത്തില്ല. കാരണം ഇത് ഒരു സൈസ് ആത്മാവാ. ഒന്ന് സ്വത്രം പറയാം. അവന്റെ പേരാണ് രോഗാത്മാവ്. രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായോ ഒരു സ്ത്രീ. എനിക്കറിയാം, മുൻ വർഷങ്ങളിൽ ഈ സഹോദരി ട്രീറ്റ്മെന്റിന് പോയിരിക്കാം. പക്ഷെ ട്രീറ്റ്മെന്റിന് അവളെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. കാരണം രോഗാത്മാവ് ബാധിച്ചൊരു മനുഷ്യന്റെ ശരീരത്തിൽ പിശാച് വിചാരിച്ചാൽ സർജറി വരെ ചെയ്യിപ്പിക്കും. പക്ഷെ ആ രോഗത്തിന് വിടുതലുണ്ടാകത്തില്ല. എന്നാൽ അവക്കൊരു വിശ്വാസമുണ്ട്. എന്താ വിശ്വാസം? ഹല്ലേലൂയ. കാരണം ഇതൊരു രോഗമാണ്, ഇതൊരു ബന്ധനമാണ്. ഹല്ലേലൂയ. അവൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ. കാരണം കത്തി വീഴുന്നതിന് മുമ്പ്, സർജറിക്ക് ഡേറ്റ് ഇടുന്നതിന് മുമ്പ് വിശ്വാസമുണ്ടോ ഈ രോഗത്തെ ദൈവം സൗഖ്യമാക്കുമെന്ന്? അങ്ങനെ ഉള്ളവരാരെങ്കിലും ഈ ദൂത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മേലൊരു വിടുതൽ നടക്കാൻ പോകുകയാ. യേശു അവളെ കണ്ടു. വിടുതൽ നടന്നോ? വിടുതൽ നടന്നോ? യേശു അവളെ കണ്ടു. ഹലോ, വിടുതൽ നടന്നോ? ഇല്ല. കാരണം പള്ളിയിൽ പ്രധാനപ്പെട്ട ആളുകളല്ല ഫ്രണ്ടേലായിരിക്കുന്നത്. പക്ഷെ ഇവളെ ഏറ്റവും പുറകില. ആമേൻ. ഈ ഒതുക്കപ്പെട്ട കഴുത എപ്പോഴും പുറത്താ. ആമേ. ചില കഴുതകളുണ്ട് ആരും അംഗീകരിക്കത്തില്ല, സീറ്റ് കൊടുക്കത്തില്ല. ചിലർക്ക് പള്ളിയിൽ മുഖ്യ സ്ഥാനമാണ്. ആമേൻ. പ്രാർത്ഥിക്കുന്നവളുണ്ടെങ്കിൽ അവളെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒതുക്കി വെക്കും, ഏതെങ്കിലും ഒരു സൈഡിലെ ഒതുക്കി വെക്കും. സ്തോത്രം. എന്നാൽ നിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. ആ ഒഴുകുന്ന കണ്ണുനീര് വീഴുന്നത് സ്വർഗീയമായ തുരുത്തിക്കകത്താണെങ്കിൽ നിന്റെ വിഷയത്തിന്റെ മറുപടി വെളിപ്പെടാൻ പോകുകയാണ്. ഒതുക്കിയവിടെ മുമ്പിൽ, പരിഹസിച്ചവിടെ മുമ്പിൽ, കളിയാക്കിയവിടെ മുമ്പിൽ
യേശു അവളെ കണ്ടെന്ന്. ഓ ഹല്ലേലൂയ. ആമേൻ. നിന്നെ വിട്ടുകൊടുക്കാതെ വണ്ണം മറച്ചു വെച്ച ചില പൈശാചികന്റെ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയുകയാണ്. വിശ്വാസത്താൽ പള്ളിക്കകത്ത് കയറിയ ഒരു സഹോദരി യേശുവിന്റെ നാമത്തെ അവൾ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ശബത്തിൽ യേശു പള്ളിക്കകത്ത് ഇറങ്ങി. യേശു അവളെ കണ്ട് കൈ നീട്ടി അവളെ വിളിച്ചു. വിടുതൽ നടന്നോ? കൈ നീട്ടി അവളെ വിളിച്ചു. വിടുതൽ നടന്നോ? ഇല്ല. ഹല്ലേലൂയ. പുറകിലിരുന്നവളെ ഫ്രണ്ടേലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. കൈ നീട്ടി അവളെ എന്ത് ചെയ്തു? വിളിച്ചു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ആമേ. സൗഖ്യം നടന്നോ? സൗഖ്യം നടന്നില്ല. ഹല്ലേലൂയ. ആമേ. സ്തോത്രം. എന്താ നടക്കാത്തെ? ആമേ. ഇവിടെ വിടുതൽ ആരൊക്കെയോ തടസ്സമുണ്ട്. ഞാൻ പറയാം, തടസ്സപ്പെടുത്തുവാൻ ആളുകൾ ഒരുപാടുണ്ടാകും. ആമേ. ഇന്ന സ്ഥലത്ത് പോകരുത്, ഇന്ന യോഗത്തിന് പോകരുത്, ഇന്ന സഭയിൽ പോകരുത് എന്ന് പറഞ്ഞ് നിന്നെ വഴിമുടക്കുക സാത്താൻ പല വേഷവും ധരിച്ചു വരും. എന്നാൽ ഞാൻ പറയാ, ഇത് നിന്റെ വിടുതലിന്റെ സമയമാണ്. നീ ഒത്തിരി കരഞ്ഞവളെങ്കിൽ, ഒത്തിരി തകർന്നവളെങ്കിൽ നിനക്ക് വേണ്ടി യേശു ഇറങ്ങിക്കഴിഞ്ഞു. ആമേ. ആ ശബത്തിൽ യേശു വന്നത് ആ കൂനിയായ സഹോദരിക്ക് വേണ്ടിയാണെങ്കിൽ ഇന്ന് പകൽ നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, എനിക്ക് വേണ്ടി എന്റെ അപ്പൻ ഇറങ്ങും, എന്റെ ഷൈന് വേണ്ടി എന്റെ അപ്പൻ ഇറങ്ങും, എന്റെ ഭർത്താവിന് വേണ്ടി എന്റെ അപ്പൻ ഇറങ്ങും, എന്റെ തലമുറയ്ക്ക് വേണ്ടി എന്റെ അപ്പൻ ഇറങ്ങും. യേശു കൈ നീട്ടി അവനെ വിളിച്ചു. കൈ നീട്ടി അവളെ വിളിച്ചു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് സൗഖ്യം നടന്നില്ല. ആമേ. എല്ലാവരും കാണുകെ ഏറ്റവും പുറകിലിരുന്നവർ ഫ്രണ്ടിലെത്തി. കണ്ടോ? ഹല്ലേലൂയ. പലരും വിടുതലിന് ആമേ ഹല്ലെ തടസ്സമാണെങ്കിൽ ആമേ പേര് പറഞ്ഞ് നിന്നെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ആമേ കണ്ണുകൾ കാണുകെ നിന്റെ ഉച്ചിയിൽ കൈവച്ച് നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് നിനക്ക് സൗഖ്യം തരുക എന്റെ ദൈവത്തിന് കഴിയും. ഉറപ്പുള്ളവർ കാര്യം അടിച്ച് കർത്താവിന് സ്വന്തം ചെയ്തേ. ഇന്ന് പകൽ ഒരു വലിയ വിടുതൽ നടക്കുകയാ. ഇന്ന് പകൽ വലിയൊരു വിടുതൽ നടക്കുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊന്നൊരു വിടുതലാ. ഇസ്രായേലിൽ പോലും ഇത്ര വലിയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇസ്രായേൽ പോലും ഇത്ര വലിയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഭൂതം ബാധിച്ച ഒരു മകൾക്ക് വേണ്ടി ഒരു സഹോദരി യേശുവിന്റെ അടുക്കൽ വരുന്നു. മത്തായി 15:28 പറയുന്നു, ഇസ്രായേലിൽ പോലും ഇത്രയൊരു വലിയ വിശ്വാസം. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. നിന്റെ വിഷയം ഏതുമായിക്കോട്ടെ. ഇന്ന് പകൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. വിടുതൽ നിന്റെ മേൽ നടക്കാൻ പോകുകയാ. ചൂടമാന ഹസ്തരാജ വൈഡരാജ യേശുവിന്റെ നാമത്തിൽ വർഷങ്ങളായി നിന്നെ കുരുക്കിയിട്ട ചില മണ്ഡലങ്ങൾ, വർഷങ്ങളായി നിന്നെ ഒതുക്കി വെച്ച ചില വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. ഉറപ്പുള്ളവർ കരമടിച്ച് കർത്താവിന് സ്വന്തം ചെയ്തേ. ഓ, നിന്റെ തലമുറയ്ക്കെതിരെ അഴിച്ചുവിട്ട, നിന്റെ തലമുറയുടെ ഭാവിക്കെതിരെ അഴിച്ചുവിട്ട, നിന്റെ കുടുംബത്തിനെതിരെ അഴിച്ചുവിട്ട, നിന്റെ ഭർത്താവിനെതിരെ ചെയ്തു വെച്ച ചെയ്വനകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടുകയാണ്. യേശുവിന്റെ നാമത്തിൽ പൊട്ടുകയാണ്. നിനക്കെതിരെ വന്ന വെല്ലുവിളികൾ, നിനക്കെതിരെ വന്ന അന്യായ നുവങ്ങൾ യേശുവിൻ നാമത്തിൽ ഇന്ന് പകലിൽ അഴിയുന്നു. പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട്. പരനേ അങ്ങേ കാണാൻ എനിക്കധികം കൊതിയുണ്ട്. പരനേ നിൻ മുഖം, പരനേ നിൻ മുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിൻ മുഖം, പരനേ നിൻ മുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരുടെ മുഖം നോക്കി ചിരിച്ചോണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സന്തോഷത്തോടെ ഇരിക്കണം എന്ന് പറഞ്ഞേ. ആമേൻ. ഉറങ്ങരുതെന്ന് പറഞ്ഞേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. രാവിലെ വന്നവർക്കും ഉച്ചയ്ക്ക് വന്നവർക്കും 3 മണിക്ക് വന്നവർക്കും ശമ്പളം വന്നാ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ. ആമേൻ. നിന്റെ അകത്ത വിടുതൽ അങ്ങോട്ട് കേറിയാൽ നിന്നെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന ചില മണ്ഡലങ്ങൾ
നിന്റെ പേര് പറഞ്ഞ്, നിന്റെ കുടുംബം പറഞ്ഞ്, നിന്റെ നിഴല് നോക്കി, നിന്റെ അടയാളം നോക്കി വിളിച്ചു പറഞ്ഞ് മന്ത്രവാദം ചെയ്തു മണ്ണിനകത്ത് കൊണ്ട് കുഴിച്ചിട്ട ചില ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ, യെസ്, പട്ടണത്തിൽ നിന്റെ പേര് മോശമാക്കി പറഞ്ഞ് നിന്നെ അവഹേളനയോടൊപ്പം ഒതുക്കി നിർത്തിയ ചില മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ദൈവം എന്നെ കാണിക്കുന്ന കെട്ടുപൊട്ടുകയാ. ഓഫീസിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, ദേശത്തിലാകട്ടെ, നിന്നെ ഒതുക്കാൻ നോക്കിയ ഗൂഢാലോചനകൾ പൊളിയുന്നു. യെസ് 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 യെസ്. നിന്റെ ഭാവിക്ക് വിരുദ്ധമായി, നിന്റെ ഭാവിക്ക് വിരുദ്ധമായി, നിന്റെ ഭാവിക്ക് വിരുദ്ധമായി മറഞ്ഞിരിക്കുന്ന ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ ഈ ശക്തി വ്യാപരിക്കും, വിശ്വസിക്കുന്നവരുടെ മേൽ ഈ ശക്തി വ്യാപരിക്കും. ചില പോരുകൾ അഴിയും, ചില പോരുകൾ അഴിയും, ചില പോരുകൾ അഴിയും. ചിലരുടെ മേൽ വിടുതൽ നടക്കും. ശരീരങ്ങളെ വരിഞ്ഞു കെട്ടുന്ന, ശരീരങ്ങളെ വരിഞ്ഞു കെട്ടിയിരിക്കുന്ന ചില രോഗമണ്ഡലങ്ങൾ പൊട്ടും. അഴിയട്ടെ 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 അഴിയട്ടെ. കഴിഞ്ഞ ചില വർഷങ്ങളായി കെട്ടപ്പെട്ട ചില കഴുതയുടെ കെട്ടിനെ കഴിഞ്ഞ പകൽ ദൈവം അഴിച്ചു. ചില കുടുംബത്തെ ദൈവം അങ്ങോട്ട് ഏറ്റെടുക്കാൻ പോകുകയാ. ചില കുടുംബങ്ങളെ കർത്താവ് ഏറ്റെടുത്ത് തുടങ്ങിയാൽ പിശാചിന് ഇരിക്കാൻ പറ്റത്തില്ല. അവൻ ഏത് രൂപത്തിലും ഭാവത്തിലും ഇളകി വന്നാലും വാഗ്ദത്തമുള്ള നിന്നെ തൊടാൻ കഴിയത്തില്ല. കാരണം പോരാട്ടം വരുന്നുണ്ടെങ്കിൽ, വെല്ലുവിളി നിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ദൂത് പറയാ, ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ പിശാചിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവൻ ഏതു മാർഗവും ഉപയോഗിക്കും, ഏത് തന്ത്രവും പ്രയോഗിക്കും. യെസ്, ഏതൊക്കെ കുരുക്കിനകത്ത് നിന്നെ ഇട്ട് കുരുക്കിക്കളയുവാൻ പിശാച് പദ്ധതി ഒരുക്കിയാലും വിശ്വസിക്കുന്നവൾ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ മേലൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. നീ അറിയാതെ നിന്റെ പുറകിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. കരമടിച്ച് 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 ഓ ഹരകല ശകല കരികല കരിബലവ ശിഗലവ റബലവ ചുടബല ഹസരാജ വൈരരാജ. യേശുവിന്റെ നാമത്തിൽ തീ കത്തട്ടെ, 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 തീ കത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ, ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില ബാധകൾ ശരീരം വിട്ട് അടിഞ്ഞ് പുറത്തു വരട്ടെ, ചില ബാധകൾ ശരീരം വിട്ട് പുറത്തു വരട്ടെ. കുടുംബത്തിനകത്ത് മരണബന്ധനങ്ങൾ കൊണ്ടുവച്ച്, മരണബന്ധനങ്ങൾ കൊണ്ടുവച്ച് കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന പൈശാചിക തലങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിയുന്നു, 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 അഴിയുന്നു. കരമടിച്ച് യെസ്. എന്റെ ദൈവത്തിന് 18 വർഷം വേണ്ട. ഒരു സെക്കൻഡ് മതി, ഒരു സെക്കൻഡ് മതി. നിന്നെ എവിടെയൊക്കെയോ പരാജയപ്പെടുത്തി കളയുവാ. കുടുംബത്തിനകത്ത് നിന്നെ ഹല്ലേലൂയ പലരും ഒതുക്കിയ നിന്റെ മുമ്പിൽ കൈവിരലുകൾ ചൂണ്ടിയെങ്കിൽ നീ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, നീ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. പലരും നിന്റെ മുമ്പിൽ കൈവിരൽ ചൂണ്ടിയെങ്കിൽ, പലരും നിന്നെ നോക്കി കൈവിരൽ ചൂണ്ടിയെങ്കിൽ രമ്യേ നീ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഇന്ന് പകൽ ആത്മാവ് നിന്നോട് പറയുകയാ, നിന്നെ ഒതുക്കാൻ ആർക്കും കഴിയത്തില്ല. പക്ഷെ എല്ലാരുടെ മുമ്പിൽ നീ കെട്ടപ്പെട്ട കഴുതയാ. ആ കഴുതയുടെ പുറത്ത് തമ്പുരാൻ കയറി ഇരുന്നത്. ഇന്നലെ വരെ കിട്ടാത്ത മാന്യത കഴുതയ്ക്ക് കിട്ടിയെങ്കിൽ നിന്റെ പേര് മാറും. ഓ ഉറപ്പാ 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 ഉറപ്പാ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. 2 കൊരിന്ത്യർ 4:7 വേഗത്തിൽ വായിച്ചേ. എങ്കിലും ഈ അത്യന്ത ശക്തി, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ, ദൈവത്തിന്റെ ദാനമത്രേ. ഹലോ, എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു. ഹലോ, ഹല്ലേലൂയ. വല്ലതും പിടികിട്ടിയോ? ഒരു കുശവന്റെ പാഠശാലയിൽ വാർത്തെടുത്തൊരു മൺപാത്രമാണ് നീയും ഞാനും. ആമേൻ, ഹല്ലേലൂയ. ആ മൺപാത്രത്തിനകത്ത ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ ഇന്നു പകൽ നിന്റെ മേൽ പകരപ്പെടുന്നത്. കാരണം എന്നാണെന്നറിയാമോ? നീ നാളുകളായി, വർഷങ്ങളായി നിന്ന കേട്ട്, പരിഹാസം കേട്ട് നിന്നെ ഒതുക്കിക്കളയാൻ ശ്രമിച്ചവിടെ നടുവിൽ ഒരു വെറു പാത്രമായി ഇന്ന് പകൽ തമ്പുരാന്റെ സന്നിധിയിൽ നീ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ
നിന്റെ കരച്ചിലും മറുപടി വരാൻ പോകുകയാ. യൂട്യൂബിൽ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത സഹോദരി, നിന്റെ കണ്ണുനീരിന്റെ മറുപടി ആമേ വെളിപ്പെടേണ്ട സമയമാണ്. ഹല്ലേലൂയ. നീ ഏത് രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് ഈ ദൂത് ശ്രവിക്കുന്നുവോ, കഴിഞ്ഞ വർഷങ്ങളെ കണ്ണുനീരൊഴുകി കരഞ്ഞ് ഒറ്റപ്പെട്ട ഒരു കഴുതയെ പോലെ കെട്ടിനകത്ത് കിടന്ന നിന്റെ കെട്ടിനെ അഴിച്ച് ഇന്ന് പകൽ മാന്യതയോടെ ദേശത്ത് ഉയർത്തി തല ഉയർത്തി നിൽക്കുവാൻ, നഷ്ടപ്പെട്ട കുടുംബജീവിതത്തെ മടക്കി തന്ന് ദേശത്ത് മാനിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവാ. അരമടിച്ച് കർത്താവിന് സ്വന്തം ചെയ്തോ. ഓ ഭാരകല ശകലക റികലക റിവലവ. യേശുവിന്റെ നാമത്തിൽ തീ കത്തട്ടെ, തീ കത്തട്ടെ. ഇത് അത്യന്ത പൗലോസ് പറയുകയാ, ഇത് എന്റെ ശക്തിയല്ല, സുരൽ ഭാഷ ശക്തിയല്ല, ഇത് അത്യന്ത ശക്തിയാ, ഇത് അത്യന്ത ശക്തിയാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. 2 കൊരിന്ത്യർ 10:3 കൂടി ഒന്ന് വായിച്ചേ. യെസ്, 10:3 കൂടി ഒന്ന് വായിച്ചേ. യെസ്, 2 കൊരിന്ത്യർ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാനും ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. മുഖത്തോട് മുഖം നോക്കിയിട്ട് കൈ കൊടുത്തിട്ട് പറ, ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകങ്ങളല്ല. പറഞ്ഞേ, ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീഹങ്ങളല്ല. ദൈവദാസനെ, നമ്മുടെ പോരിന്റെ ആയുധം ജഡീഹങ്ങളല്ല, പിന്നെ കോട്ടകളെയും. ഓ ഹല്ലേലൂയ. നിനക്കെതിരെ കെട്ടിവെച്ച ചില കോട്ടകൾ, നിനക്കെതിരെ പറഞ്ഞു ചൊല്ലി വെച്ച കോട്ടകൾ, ആമേൻ, നിനക്കെതിരെ ചെയ്തു വെച്ച ചില ആഭിചാര ക്രിയകൾ യേശുവിന്റെ നാമത്തിൽ തകരുകയാ. കാരണം ഈ ശക്തി അങ്ങോട്ട് കേറിയാലുണ്ടല്ലോ, ആമേൻ, ചിലതിന് ഇരിക്കാൻ പറ്റത്തില്ല, അത് പൊളിഞ്ഞേ പറ്റത്തുള്ളൂ. കരമടിച്ച് കുടുംബത്തിൽ ശക്തി വ്യാപരിക്കുന്നുണ്ട്, നിന്നിലേക്ക് ശക്തി വ്യാപരിക്കുന്നുണ്ട്, നിന്നിലേക്ക് ആ സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ട്. ദേശത്തിന്റെ കാവൽക്കാരി യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭർത്താവിന്റെ മേൽ ഈ ശക്തി വ്യാപരിക്കുന്നുണ്ട്. കരമടിച്ച് ആമേൻ, 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 ആമേൻ. രാജാ വൈഡവ രാജരഹസ്തേ. ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹലോ, ഇപ്പൊ നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി ഉണ്ടല്ലോ, അത് നിന്റെ മകന്റെ മേൽ വ്യാപരിക്കും, നിന്റെ ഭർത്താവിന്റെ മേൽ വ്യാപരിക്കും, വിധവയായ നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുക, ഒറ്റപ്പെട്ട അനുഭവത്തിൽ ഇരിക്കുന്ന നിന്റെ മേൽ ഈ ശക്തി വ്യാപരിക്കുക. നീ പലപ്പോഴും പറയുന്നുണ്ടല്ലോ, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എന്റെ കണ്ണുനീര് ദൈവം കാണുന്നില്ല, കുഞ്ഞുനാൾ മുതൽ ഞാൻ അനുഭവിക്കുന്ന വേദന, എന്താ കർത്താവ്, എന്ത് പാപമാൻ ചെയ്ത് വഴിയെ പോകുന്നതല്ല, എന്റെ വീട്ടിൽ കയറി വരികയാ, ആമേ, വല്ലയിടത്തും നടക്കുന്നതല്ല, എന്റെ തലമുറയിൽ കയറി വരികയാ. ഇന്ന് പകൽക്കാലം പറഞ്ഞത് അവസാനിപ്പിക്കേ, ഈ ശക്തി നിന്റെ മേൽ വ്യാപരിക്കും. കരങ്ങളെ തട്ടി അതൊന്ന് സ്വീകരിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുനീരിന്റെ മുമ്പിൽ നിന്നെ കൈവിടാത്തൊരു ദൈവമുണ്ട്. പുറകിലിരിക്കുന്ന ബ്രദറിന്റെ പേരെന്തുവാ? ഷാജി. എവിടെയാ താമസിക്കുന്നേ? അരീപ്പുറം. ആമേ, സ്തോത്രം. ഹല്ലേലൂയ. മരണകരമായ ചില മണ്ഡലങ്ങൾ, ആമേ, ചില നിമിഷങ്ങൾ നിന്റെ മുമ്പിൽ പതിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെ മുമ്പിൽ നീ ചിരിച്ച് കളിച്ച് നടക്കുന്നവനാ, വിഷയം നീ പറയത്തില്ല. പക്ഷെ നീ നല്ല ഒരു ഹൃദയത്തിൻ്റെ ഉടമയാ, നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാ, സ്നേഹിക്കാൻ അറിയാമെന്നുള്ളവൻ. നീ ഏത് കുലം, ഏത് ജാതി, നീ എവിടെ പോകുന്നു, എൻ്റെ ദൈവത്തിന് വിഷയമല്ല. മകനെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഹൃദയത്തെ തമ്പുരാന്റെ കരങ്ങളിൽ യേശുവേ എന്ന് വിളിക്കാൻ നിന്റെ ഡിനോമിനേഷൻ ഒന്നും നോക്കുന്നില്ല. ആ കസേര ഇരുന്നുകൊണ്ട് ദൈവത്തെ വിളി. കഴിഞ്ഞ ചില നാളുകളായി, മാസങ്ങളായി നീ അനുഭവിക്കുന്ന വേദന, ഇന്ന് പകൽ ദൈവം അടിച്ചു തരാൻ പോകുകയാണ്. ആമേ, പലരും ഫ്രണ്ടേ കൂടി വിടുതൽ പ്രാപിച്ചു പോകുമ്പോൾ നിന്റെ വിടുതൽ പുറകുവശത്ത് നിൽപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവാത്മാവ് നിന്നെ തൊടുകയാണ്. ഒന്ന് തൊട അവന്റെ ഹല്ലേലൂയ. തലയിൽ കൈ വെക്കണ്ട.
അവിടെ നെഞ്ചത്തൊന്ന് കൈവച്ചോ. യേശുവിന്റെ നാമത്തിൽ ഒരു ഭാരം നിന്റെ നെഞ്ചിനകത്തൊന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. എന്തോ ചില ഭയങ്ങൾ, ചില ടെൻഷൻ നിന്നെ വിട്ട് അഴിഞ്ഞു മാറുകയാണ് ഈ പകലിൽ. ഹല്ലേലൂയ. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നിട്ട് നീ ക്രിസ്തുവിന്റെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ മോനെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നതാ. ഹല്ലേലൂയ. കൂടെ നടന്നവർ ആമേ ഒറ്റപ്പെടുത്തി കൂടെ നടന്നവർ ഹല്ലേലൂയ ആമേ നന്മകൾ അടിച്ചുകൊണ്ടുപോയി ഏതോ കുരുക്കിനകത്ത് വരെ കുരുക്കിക്കളയുവാൻ നിനക്കെതിരെ പദ്ധതി ഒരുക്കി. ഹല്ലേലൂയ. കള്ളക്കേസ് നിന്നെ പ്രതിയാക്കുവാൻ പലതവണ പിശാച് പദ്ധതി ഒരുക്കി. പക്ഷെ ദൈവം വിട്ടുകൊടുത്തില്ല. ആമേൻ. തീർന്നില്ല കേട്ടോ. അടുത്ത് രോഗമെന്നൊരാത്മാവിനെ കുടുംബത്തിൽ കൊണ്ടുവച്ചു. വേറെ ആരുണ്ട് കൂടെ? വേറെ ആര് വന്നിട്ടുണ്ട്? എഴുന്നേറ്റോ. നിങ്ങളാണോ പ്രശ്നക്കാരി? പുറത്തിരിക്കണ ആളാ? ചൊറിച്ചിലുള്ള ആരാ? അനിയത്തി. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടും കണക്ട് ചെയ്ത് മാറി മാറി കുടുംബങ്ങളിൽ പൈശാചിയം പോരാടിക്കൊണ്ടിരിക്കുക. നിന്റെ ഭർത്താവിനെ പോലും ഇതിനകത്തുനിന്ന് കൊണ്ടുവരാതെ ആമ എന്തോ അത്യാവശ്യം പറഞ്ഞ് അവനെ മാറ്റി നിർത്തി. ഞാൻ നോക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ നിന്നതെല്ലാം നിന്റെ ഭർത്താവിൻ്റെ പുറകിൽ ചെന്ന് മറിഞ്ഞിരിക്കുക. ഒന്ന് സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഏത് ഡിനോമിനേഷൻ എന്ന് ദൈവത്തിന് വിഷയമല്ല. പക്ഷെ നിന്റെ ഹൃദയം കാണുന്നൊരു ദൈവമുണ്ട്, നിന്റെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും തകർന്നുപോയ ചില മണ്ഡലങ്ങൾ ഹല്ലേലൂയ ആമെ ആരോടും പറയാൻ കഴിയാതെ. എന്താ സഹോദരി? ആമെ അനിയത്തിയുടെ പേര് പറ. രജനി, നീ വീട്ടിൽ നിന്ന് വസ്ത്രധാരണം ചെയ്ത് പുറത്തിറങ്ങി ബന്ധുക്കളുടെ വീട്ടിൽ പോയാൽ, ഒരു വിവാഹത്തിന് നീ പങ്കെടുത്താൽ, ഒരു പാലുകാച്ചിന് പങ്കെടുത്താൽ ആള് ഹാപ്പിയാണ്. ആമേ, നീ ചിരിച്ച് കളിച്ച് നടക്കും. പക്ഷെ വീട്ടിനകത്ത് കുടുംബജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ആമേ അനുഭവിക്കുന്ന വേദന, കണ്ണുനീര്, അതിനകത്ത് നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, അതിനകത്തുള്ള ഞെരുക്കങ്ങൾ, അതിനകത്തുള്ള വ്യാകുലതകൾ, ആരോടും പറയാൻ കഴിയാത്ത ചില മണ്ഡലങ്ങളിൽ നിന്നെ ഒതുക്കി വെച്ച ചില ബന്ധം യേശുവിന്റെ നാമത്തിൽ അഴിയുകയാ. രണ്ടുപേരും ഫ്രണ്ടിൽ വന്നേ. ആമേൻ, ആമേൻ. ശ്രീജയും ബീനെ എഴുന്നേറ്റേ. പ്രൈസ് ദി ലോർഡ്. രണ്ടുപേരുടെ പുറകിൽ നിന്നേ. കർത്താവ് ഹല്ലേലൂയ എന്ന് പകൽക്കാലം നിങ്ങളെ തൊടാൻ പോവുകയാ. എല്ലാ സഹോദരങ്ങളും ആമേൻ, ഇവർ ഹൈന്ദവ ആചാരത്തിൽ വിശ്വസിക്കുന്നവരാ. പക്ഷെ യേശുവിനെ വിശ്വസിച്ചത് ഇവർക്ക് വിഷയങ്ങളുണ്ട്. കാരണം യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ നടക്കും. ഈ സഹോദരി പേര് രാധിക. ആമേൻ, സ്തോത്രം. 1 വർഷത്തിലധികമായി ഇവർ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്. ആ രോഗം ദൈവം അഴിക്കാൻ പോവുകയാ. ഇത് ഏതൊക്കെ ദിശകളിൽ മറഞ്ഞിരിക്കുന്നുവോ അവിടെ കെട്ട് പൊട്ടാൻ പോകുകയാ. ആ കണ്ണാടി ഒന്ന് ഊരി മാറ്റിയ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവം ഇന്ന് പകല് എനിക്ക് സൗഖ്യം തരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസം. വിശ്വസിക്കുന്നവരുടെ മേലെ ഈ ശക്തി വ്യാപരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറയാം, വേദപുസ്തകത്തിൽ ആമേ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം പഠിക്കുമ്പോൾ 38 വർഷമായി ആമേ സ്തോത്രം രോഗിയായ ഒരു മനുഷ്യൻ ഒരു കുളക്കരയിൽ കിടപ്പുണ്ട്. ആമേ കുളം കലങ്ങും. അതാത് സമയത്തൊരു ദൂതൻ ഇറങ്ങി കുളം കലങ്ങും. പക്ഷേ ഇവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ഫ്രണ്ടിൽ കൂടി പലരും വിടുതൽ പ്രാപിച്ചുകൊണ്ട് പോവുകയാ. പക്ഷെ ഇവന് വിടുതൽ പ്രാപിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവനെ യേശു കണ്ടു. അവൻ്റെ വിടുതൽ അവൻ പോലും അറിയാതെ പുറകിൽ വന്നു. നീ പോലും അറിയാതെ ചില രോഗാത്മ മണ്ഡലങ്ങൾ നിന്റെ ശരീരം വിട്ട് ഇറങ്ങിപ്പോകാൻ പോകുകയോ. യേശുവിന്റെ നാമത്തിൽ നാഗത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ അഴിഞ്ഞാടുകയാ. ഏതോ ചൈവനകളിൽ നിനക്കെതിരെ ബന്ധിച്ച ചില ബുദ്ധിമുട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ശരീരം വിട്ട് പുറത്തു പോടാ. യേശുവിന്റെ നാമത്തിൽ ഇവിടെ ശുദ്രപ്രയോഗം ചെയ്ത് ശരീരത്തെ മാന്തിപ്പറിച്ച് ഒരു കുഷ്ഠരോഗിയുടെ ശരീരമാക്കി കളയത്തക്ക നിലവാരത്തിൽ സേനയുടെ കണ്ണുകൾ പൊങ്ങി വരുന്നത് പോലെ ശരീരഭാഗങ്ങളിൽ ചില മുഴകൾ വന്ന് പൊങ്ങി അത് വ്രണമായി അത് നാറ്റം വെച്ച് ഒരിടത്ത് നിനക്ക് കയറിയിരിക്കാൻ കഴിയാതെ വന്ന ചെയ്തു വെച്ച ചില ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിയുന്നു. ഇറങ്ങിപ്പോ പിശാചേ, ശരീരം വിട്ട് പോടാ. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു വെക്കോ. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു വെക്കോ. അവൾ ആടും അവള് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ഓ റബ ശഗ ലബ റബ ചുഡാമാന. യേശുവിന്റെ നാമത്തിൽ പുറത്തു പോ.
പുറത്തു പോ. നിന്നോട് കൽപ്പിക്കുക, പുറത്തു പോടാ, പുറത്തു പോടാ സാത്താനെ. യേശുവിന്റെ നാമത്തിൽ പുറത്തിറങ്ങ്. ഇറങ്ങി വാടാ പിശാചേ. യേശുവിന്റെ നാമത്തിൽ എന്റെ അപ്പന പറഞ്ഞ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരത്തെ തരുന്നു. അവൻ നിനക്കെതിരെ മെതിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ എന്റെ കാൽക്കീഴിൽ ചിലത് വെണ്ണിലാകുകയാ. യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞളക്. യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ, 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 അടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞളകട്ടെ. സർപ്പം കൊണ്ട് ചുറ്റിയതുപോലെ യേശുവിന്റെ നാമത്തിൽ ആമേ ചില കെട്ടുകൾ അഴിഞ്ഞളകട്ടെ. ആമേ ചില കൈവശക്കെട്ടുകൾ, ചില കൈവശക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞളകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവിടെ കിടന്ന് പ്രകസനമൊന്നും കാണിക്കാതെ ഈ ശരീരത്തിലുള്ളതെല്ലാം എരിഞ്ഞു വെക്കണം. ഇവിടെ ശരീരത്തിന്റെ ചൊറിച്ചിലുകൾ, ഇവിടെ ശരീരത്തിന്റെ ചൊറിച്ചിലുകൾ മാന്തി പറിച്ച് കുഷ്ഠരോഗി പോലെ ആക്കിക്കളയുവാൻ ചെയ്തു വെച്ച ചില ബന്ധനങ്ങൾ, കുഷ്ഠരോഗി പോലെ നീ കുഷ്ഠരോഗിയായി ആമേ നീ കിടന്ന് ഹല്ലേലൂയ അഴുകി അഴുകി ആമേ ഹല്ലേലൂയ ശരീരത്തിൽ ഹല്ലേലൂയ നാറ്റം ദുർഗന്ധം വെച്ച് നിന്നെ ഒതുക്കിക്കളയാൻ ബന്ധിച്ച ചില വ്യാപാരങ്ങൾ ഇനി ഇരിക്കാൻ പറ്റുമോ നിനക്ക്? ഇനി ശരീരത്തിൽ ഇരിക്കാൻ പറ്റോടാ പിശാച്? ഇരിക്കാൻ പറ്റോടാ പിശാച്? ഇരിക്കാൻ പറ്റുമോ നിനക്ക്? ഹല്ലേലൂയ. യേശുവിന്റെ നാമം. ഒരാൾ എവിടെ നോക്കിയോ? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൽ കേട്ടോ, നിന്റെ സഹോദര കുടുംബത്തിലോ ഏതോ ഒരു മരണം കഴിഞ്ഞു പോകേണ്ട മാസങ്ങൾ കഴിഞ്ഞു കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ മരണപ്പെട്ട് പോയ ഒരസ്ഥിയുടെ ചാരം വാരി വെച്ച് മന്ത്രവാദം ചെയ്ത് ഊതിപ്പറത്തി സ്തോത്ര ചേനത്തണ്ടിൽ എടുത്ത് ചൊറിച്ചിലിട്ട് ചെയ്ത് വെച്ചത് ഇവക്കെതിരെ കീർപ്പിടിച്ചു യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അത് അഴിയും. പക്ഷെ വിശ്വാസത്തോടെ നീ കുടുംബമായി ദൈവസന്നിധിയിൽ മുടങ്ങാതെ ഏഴാഴ്ച മുടങ്ങാതെ നീ വന്നാൽ, ഇങ്ങോട്ട് നോക്ക് രാധികയെ, 7 ആഴ്ച മുടങ്ങാതെ ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കി പ്രാർത്ഥിച്ചാൽ ഒരു ട്രീറ്റ്മെന്റിന് നീ പോകണ്ട. കർത്താവ് നിന്നെ പരിപൂർണ വിടുതൽ. പക്ഷെ നീ ആളെ കൊണ്ടുവരും ഇവിടെ. നിന്റെ സൗഖ്യം നീ അനേകരോട് പറയൂ. ഒരു 10 പൈസ ചെലവില്ലാതെ യേശു നിന്റെ ശരീരത്തിൽ നിന്ന് ആ ചൊറിച്ചിലിനെ എടുത്തു മാറ്റ സഹോദരി. ഉറപ്പുണ്ടെങ്കിൽ കരമടിച്ച് യേശുവേ വിളി, അപ്പാ വിളി. യേശുവിന്റെ നാമത്തിൽ എന്നെ രക്ഷിക്കണമേ, സൗഖ്യമാക്കണമേ. ഉള്ളതെല്ലാം വിറ്റ് എല്ലാം നഷ്ടമായി ഒരു ദിവസത്തെ അത്താഴം പോലും ശരിക്കും കഴിക്കുവാൻ നിർവാഹമില്ലാതെ ഭാരപ്പെടുന്ന സഹോദരിമാരെ, നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവിടെ വസ്ത്രങ്ങൾക്ക് വേണ്ടി, അവിടെ ആഹാരത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം ശൂന്യമാ. ഇന്ന് പകല് നിനക്ക് വേണ്ടി വലിയ വഴി വിടുതലോടെ കടന്നു പോകുവാൻ ദൈവം സഹായിക്കണമേ. നിന്റെ പുറകിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്. സ്തോത്രം. അടുത്ത അവസരങ്ങളിൽ ഞാനത് പറയാം. ചിലത് പരിജ്ഞാനത്തോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്ന് പകൽക്കാല കുടുംബത്തിനകത്ത് ഒരു വലിയ വിടുതൽ. കരമടിച്ച് അന്യഭാഷ അടയാളം ലഭിച്ചവർ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചെന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ.